ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ കുക്കറിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. കുക്കറിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വിസിലൊക്കെ വരാൻ ഒത്തിരി സമയം എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിസിൽ വരുമ്പോൾ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒലിച്ചിട്ട് വൃത്തികേടാവാറുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശമായാലും കുക്കറിൻ്റെ ലിഡിലായാലും ഒക്കെ തിളച്ച് ചിന്താറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് അല്പം വെളിച്ചെണ്ണ എന്നൊഴിച്ചു കൊടുത്താൽ മാത്രം മതി. ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആയിട്ട് കിട്ടും. മാത്രമല്ല ഇതുപോലെ തിളച്ച് മറിയുന്ന സമയത്ത് കുക്കറിൻ്റെ ലിഡിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് അടയാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസിൽ വരാൻ ഒത്തിരി സമയമെടുക്കും. അതല്ലെങ്കിൽ വിസിൽ വരികയില്ല, പിന്നീട് ഒത്തിരി ഗ്യാസ് നമുക്ക് ചിലവാകുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. അപ്പോൾ ഞാനിതാ ആ ഒരു ലിഡിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സേഫ്റ്റി പിന്നെ ഈ ഒരു ഹോളിലൂടെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് നീങ്ങി കിട്ടും. പിന്നീട് ഈ പുറം ഭാഗത്തൊന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മെയിൻ ഹോൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് 3-4 കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിലൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. തിളച്ച് മറിയുമ്പോൾ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ അതിനുള്ളിലൊക്കെ കുടുങ്ങിക്കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കുടുങ്ങുമ്പോഴാണ് നമുക്ക് വിസിൽ വരാനൊക്കെ സമയം എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നീങ്ങി കിട്ടുകയും വിസിൽ പെട്ടെന്ന് വരികയും ചെയ്യും. ഇനി ഇതിൻ്റെ ഓരോ ഹോൾസും ഞാൻ ഈ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ഹോൾസും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റി പിന്നിൽ ചെറുതായിട്ട് നമുക്ക് കരടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നുകൂടി തുടച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത ഹോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തിളച്ച് മറിയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കർ പെട്ടെന്ന് തന്നെ വിസിൽ വരികയും പെട്ടെന്ന് നമുക്കത് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ജീവികളിൽ ഒരു വിഭാഗം തന്നെയാണ് പാറ്റ, പല്ലി, കൂറ ഇങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മാരകമായ ഒരുപാട് അസുഖങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും കാരണമായി തീരാറുണ്ട്. അപ്പോൾ ഇവയെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലെയുള്ള പ്രാണികളെ കാണാറുള്ളത് കിച്ചൺ സിങ്ക് അതുപോലെ സ്റ്റൗവിൻ്റെയൊക്കെ ഭാഗത്താണ് അല്ലേ. ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയിലൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇവയൊക്കെ മാറ്റി നിർത്താൻ പറ്റും. അതിനുള്ള ഒരു റെമഡിയാണ് എൻ്റെ നെക്സ്റ്റ് ടിപ്പ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാത്തൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നാരങ്ങയുടെ ഹാഫ് പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് സാധാരണ വെള്ളമാണ്. 1.5 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ തിളച്ച് ആ ഒരു നാരങ്ങ നന്നായിട്ട് കുക്കായിട്ട് വരികയും നാരങ്ങയുടെ സത്ത് മുഴുവനായിട്ട് ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരുകയും വേണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം കേട്ടോ. ഇപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലിട്ട ശേഷം വീണ്ടും കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാണുള്ളത്. ആ ചൂടോട് കൂടി തന്നെ ഞാൻ ആ ഒരു നാരങ്ങ കൈ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നാരങ്ങയുടെ സത്ത് മുഴുവനായിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നാരങ്ങയുടെ തൊലി എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വിനെഗർ കൂടി ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ സിങ്കിൻ്റെ ഹോളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് ചെറു പ്രാണികൾ കിച്ചണിലേക്ക് എത്തുന്നത് സിങ്കിലെ ഈ ഹോൾസിലൂടെ തന്നെയാണ്. അപ്പോൾ ഞാനത് ആ ബാക്കിയുള്ളതും സിങ്കിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പാറ്റകൾ, പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഈ ഒരു മിശ്രിതം വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് ആയാലും ഗ്യാസ് സ്റ്റവ് ആയാലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം.
കടയിൽ നിന്ന് ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ചും കടയൊക്കെ അടുത്തില്ലാത്തവരാണെങ്കിൽ ഒത്തിരി ബേക്കറി കൊടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പതിവ്. ഇതേപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവുകയും അതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറുകയും ചെയ്യും. പിന്നെ തണുത്ത് കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാലോ നമ്മളത് കഴിക്കാറില്ല, വേസ്റ്റാക്കി കളയാറാണ് പതിവ്. എന്നാൽ ഒത്തിരി നാൾ അതിൻ്റെ ക്രിസ്പിനെസ് പോവാതെയും അതിൻ്റെ ടേസ്റ്റ് മാറാതെയും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അതിനായിട്ട് ആദ്യം ഒരു കിഴി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു കുഞ്ഞു പീസ് മതി. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. അപ്പോൾ അതാ ഈ ഒരു പിടി കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കിഴിയാക്കി കൊടുക്കാം. ഒട്ടും ഹോൾസ് ഇല്ലാതെയും അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടും വേണം ഈ ഒരു കിഴി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ കിഴി റെഡിയാക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് 4 റൗണ്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇല്ല എങ്കിൽ നിങ്ങൾ നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്കറി സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പാത്രം അതല്ലെങ്കിൽ ബോട്ടിലോ എടുക്കുക. നല്ല പോലെ ലിഡ് ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ ആ കിഴിയുടെ ബാലൻസ് വരുന്ന ഭാഗം ഒന്നുകൂടെ ഒന്ന് മടക്കി ആ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിഴി കിട്ടുക. ഇനി ഈ ഒരു കിഴി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്കറി സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് കിഴി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കറി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു കിഴി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബേക്കറി ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ബേക്കറി കടയിൽ നിന്ന് വാങ്ങിയ അതേ ടേസ്റ്റിലും അതേ ക്രിസ്പിയിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന ബോട്ടിലോ അതല്ലെങ്കിൽ പാത്രമോ നല്ലപോലെ ലിഡ് ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രമായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു കവറോ പേപ്പറോ വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.